വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട സിപിഎമ്മിൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തു. തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അച്ചടക്ക നടപടിയെ തുടർന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ് വി ആന്റണിയായിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നേരിടുന്ന വളരെയധികം ജില്ലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഇവിടെ ഇപ്പോൾ ഫ്രാൻസിസ് വി ആന്റണിയെ തിരിച്ചെടുത്തതിൽ അല്ലെങ്കിൽ അംഗമാക്കിയതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത തന്നെയാണോ മുന്നിൽ തെളിഞ്ഞു കാണുന്നത്? ദേവിക, ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. കടമ്പകൾ ഏറെയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് വഹിക്കാൻ ഉണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ദേവിക പറഞ്ഞതുപോലെ ഏറ്റവും രൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഈ മത്സരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വിഭാഗീയത രൂക്ഷമാകും. കനത്ത വിഭാഗീയതയിലേക്ക് പാർട്ടി ഭാവിയിൽ കടക്കുന്നതിന് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ വിഭാഗീയത ഒഴിവാക്കുന്നതിന് വേണ്ടി സമവായ ശ്രമത്തിൽ കൂടി മത്സരം ഒഴിവാക്കുന്നതിനുള്ള തീവ്ര ശ്രമമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഈ രാജു എബ്രഹാമിന് പുറമെ TD ബൈജു, PB ഹർഷകുമാർ, A പത്മകുമാർ തുടങ്ങിയവരുടെ പേരുകൾ സംസ്ഥാന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു. ഈ പേരുകൾ ഉയർന്നതിനോടൊപ്പം തന്നെ പ്രതിനിധികളും പ്രവർത്തകരും ഇവരുടെയെല്ലാം പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ തരത്തിലുള്ള പക്ഷം പിടിക്കലും മറ്റും ഉയർന്നു വന്ന സാഹചര്യത്തിൽ വിഭാഗീയത രൂക്ഷമാകും എന്നുള്ള അവസ്ഥ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് ഈ വിഭാഗീയത ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ പേര് ഏകകണ്ഠേനമായി തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തു. 25 വർഷം കോന്നി MLA ആയിരുന്ന രാജു എബ്രഹാമിനെ, നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള രാജു എബ്രഹാമിനെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇനി വിഭാഗീയത രൂക്ഷമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ജില്ലയിൽ നിലനിൽക്കുന്നത് ഈ ഫ്രാൻസിസ് വി ആന്റണി, തിരുവല്ല നിന്നുള്ള ഫ്രാൻസിസ് വി ആന്റണിയുടെ ജില്ലാ കമ്മിറ്റി പ്രവേശനമാണ്. നേരത്തെ തിരുവല്ല വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി നേരിട്ട് തിരുവല്ല ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ആളാണ് ഈ ഫ്രാൻസിസ് വി ആന്റണി. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഫ്രാൻസിസ് വി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷവും മറുപക്ഷവും തമ്മിലാണ് എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പാർട്ടി ഈ ഫ്രാൻസിസ് വി ആന്റണിയെ നേരത്തെ തിരുവല്ലയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയത്. ഏരിയ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്നുമായിരുന്നു അച്ചടക്ക നടപടിയുടെ പേരിൽ ഇദ്ദേഹത്തെ മാറ്റിയത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയിൽ ജില്ലയിൽ ഏറ്റവും വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്ന തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമാകുന്നതിന് കാരണമാകും. ഫ്രാൻസിസ് വി ആന്റണിയുടെ എതിർപക്ഷത്ത് ഉള്ളവർ വിഭാഗീയത രൂക്ഷമായി ഇദ്ദേഹത്തിനെതിരെ തുറന്ന പോരിലേക്ക് കടക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വരും ഭാവിയിലും രൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്നുള്ള വിലയിരുത്തലുകൾ ഈ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രവേശനവുമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KP ഉദയഭാനു, നേരത്തെ 3 തവണ ജില്ലാ സെക്രട്ടറിയായ KP ഉദയഭാനു അടക്കമുള്ള 5 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 6 പുതുമുഖങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ജില്ലാ കമ്മിറ്റി. വിഭാഗീയത പത്തനംതിട്ട ജില്ലയിൽ അവസാനിക്കുന്നില്ല. വിവിധ രൂപത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതിന് സൂചന ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഫ്രാൻസിസ് വി ആന്റണി അടക്കമുള്ള ആളുകളുടെ ജില്ലാ കമ്മിറ്റി പ്രവേശനവും മറ്റ് കാര്യങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നത്. അടൂർ ലോബി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടൂർ ലോബിയിൽ നിന്നുള്ള ആളുകൾക്കാണ് CPM-ന്റെ മാത്രമല്ല മറ്റ് പോഷക സംഘടനകളിലടക്കം നേതൃസ്ഥാനങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അടൂരിൽ നിന്നുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായാൽ അത് കൂടുതൽ വിമർശനങ്ങൾക്കും ഈ വിമർശനങ്ങൾ രൂക്ഷമാകുന്നതിനുമൊക്കെ കാരണമാകും എന്നുള്ള കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു മറ്റ് 3 പേരും, രാജു എബ്രഹാമിനോടൊപ്പം പേര് ഉയർന്നു വന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് ഉയർന്നു വന്ന 3 പേരും അടൂരിൽ നിന്നുള്ള ആളുകളുമായിരുന്നു. അവരെ ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നതിനും ഇന്നലെ ഉയർന്നു വന്ന ആരോപണവും കാരണമായി എന്നുള്ള വിലയിരുത്തലും ഉണ്ട്. എന്തായാലും വിവിധ കടമ്പകൾ, വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ജില്ലാ സമ്മേളനം പൂർത്തിയാക്കുന്നത്. ഇന്ന് വൈകുന്നേരം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും കോന്നിയിൽ ചേരുന്നുണ്ട്. ദേവിക.
അതുതന്നെയാണ് പുതിയ നേതൃമാറ്റം കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുമോ എന്ന സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. മിഥുൻ മുരളിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.